ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് ഏകദേശം ആളുകൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ലേ, ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളും കൂടി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതുപോലെ പഴയ ഒരു ഹെയർ ബോയ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പുതിയതാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബോയ് ആണ് അത്. എന്താ പറയുക, അതിൻ്റെ ഡിസൈനുകളെല്ലാം എന്താ പറയുക കേട് വന്ന് തുടങ്ങിയപ്പോൾ നമ്മളതും അയച്ച് മാറ്റിയിട്ട് നമ്മൾ വേറെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നെയിലോൺ ആണ്. ഈ ഒരു നെയിലോൺ ബണ്ണിൽ തന്നെ ഒരുപാട് ഡിസൈനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് നൈലോൺ ബാൻഡ് ഉണ്ടാക്കിയതുണ്ട്. കുഞ്ഞു മക്കൾക്കുള്ള നൈലോൺ ബാൻഡ് ഉണ്ടല്ലോ, അതുണ്ടാക്കിയ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ബണ്ണിൻ്റെ വെറൈറ്റീസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കയറി നിങ്ങൾ എന്താ പറയുക ഇരുന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. കാരണം ഒരുപാട് ഐറ്റംസ് എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി നോക്കുക. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കയറി നോക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്തെടുക്കാനും അതുപോലെ അത് പഠിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന ഏത് വർക്കും ഞാൻ ഇന്നലെ അപ്ലോഡാക്കിയിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന വർക്കിന് എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഐറ്റംസിൻ്റെ റേറ്റിൽ മാറ്റങ്ങൾ വരുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു 150 രൂപയുടെ കിറ്റില്ലേ, അതിൽ ഇനി 6 കിറ്റും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ. അത് വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക. ഒരുപാട് ആളുകളുണ്ട് പുതുതായിട്ട് ചെയ്ത് നോക്കണമെന്ന് നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകൾ, അതുപോലെ അല്ലാതെയും ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു കിറ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. 6 കിറ്റും കൂടി ബാലൻസ് ഉള്ളൂ, ബാക്കി എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ചെയ്ത് നോക്കാനല്ല, ഇനി സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം എല്ലാ ഐറ്റംസും അതിലുണ്ട്. ബേഡ്സ് ഉണ്ട്, ഫോം ഫ്ലവർ ഉണ്ട്, ആലിഗേറ്റർ ഉണ്ട്, അതുപോലെ മെറ്റലിൻ്റെ ഹെയർ ബോയ് ഉണ്ട്, കോപ്പറിൻ്റെ ഹെയർ ബോയ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ വർക്ക് ഇവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഏകദേശം ആളുകൾക്കൊക്കെ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണല്ലേ നമ്മളുടെ മനസ്സിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു നൈലോൺ ബണ്ണ് ഒക്കെ ആകുമ്പോൾ നമ്മളിത് കട്ട് ചെയ്തുകൊണ്ട് ഒരു പേക്കിൽ 12 പീസ് ഇട്ടുകൊണ്ട് നമ്മൾ 10 രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിലും എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലിംഗ് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇനി ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് തന്നെ വെച്ച് കവർ ചെയ്യണമെന്നില്ല. നിങ്ങളെ കയ്യിൽ എൻ്റെ ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ എയർ ബോ ഐറ്റംസ്, എയർ ഓയിൽ, ഇത്രയും ഐറ്റംസ് വേണമെന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിൽ സൈഡിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടേതായിട്ടുള്ള ബഡ്ജറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് അയച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ വർക്കുകളും ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നിങ്ങൾക്ക് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളവർക്കൊരു 10 രൂപയെങ്കിലും കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പുതുതായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കേട്ടോ, A to Z വരെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും, ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ അവരിലേക്ക് എത്തിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനത്തെ ആളുകൾ, ഒരുപാട് ആളുകൾ സെയിൽ ചെയ്തിട്ട് വീണ്ടും മെറ്റീരിയൽസ് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആളുണ്ട്. കാരണം അവർ ജസ്റ്റ് ഒന്ന് ആവേശത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനത്തെ ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ എന്ത് വർക്കിലാണെങ്കിലും, അത് ഇനിയൊരു വർക്കാണെന്നില്ല, ഏത് വർക്കിലാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ പറയുക, തകർച്ചയും ഉയർച്ചയും ഒക്കെ ഒരു മനുഷ്യനുണ്ടാവും. പക്ഷേ എങ്കിലും നമ്മൾ തളരാതെ തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ.
ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ രണ്ട് സൈഡും നമ്മൾ അതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സൂചിയിൽ നൂല് കോർത്തിട്ട് നമ്മൾ ഓരോ ബീഡ്സ് ആയിട്ട് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇത് ഇത്തിരി ടാസ്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള സൊല്യൂഷനും കൂടി ഈ ഒരു വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം കാണാം. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഓരോ ബീഡ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇടവിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അല്ല ഇനിയിപ്പോൾ ഇത്തിരി റിസ്ക് ആണ് ഈ ഒരു മെത്തേഡ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത നല്ല ഭാഗം വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് അത് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് പോലും, ജസ്റ്റ് ഈ ഒരു സ്റ്റിച്ചിങ് പോലും അറിയില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ട് ആ ഒരു ഭാഗം കാണുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലെ ഓരോ കളറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ പല കളറുകളും അവൈലബിൾ ആണ്. നമ്മളുടെ കയ്യിൽ ഈ ഒരു എന്താ പറയുക, പല ഡിസൈനുകളായിട്ടുണ്ട്, പല കളറുകളായിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, അതുപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കളറുകളൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പല കളറുകളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം മിക്സ്ഡ് കളറായിട്ട് ഒരു മോട്ടി കളറിലാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിലൊരു മിക്സ്ഡ് ആയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചില ആളുകൾ പറയുന്നത് നമുക്ക് ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കും ഇത് ഒത്തിരി ടാസ്ക്കാണ് എങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് ഇത് ഇത്ര സിമ്പിളായിരുന്നോ എന്ന് മനസ്സിലാവുന്നതെന്ന്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്ന എന്ത് വർക്കുണ്ടോ അത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള വാക്ക്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്താണ്? സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി മടിയുള്ള ആളുകൾക്കൊക്കെ ഇത്തിരി ടാസ്ക്കാണ് അല്ലേ? എങ്കിൽ അങ്ങനത്തെ ആളുകൾക്കുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രിസ്റ്റലിൻ്റെ ബീഡ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് മാത്രം യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ നമ്മളുടെ എന്താ പറയുക ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അത് ഷുഗർ ബീഡ്സ് എന്താണെന്ന് അറിയുന്ന ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ചെറിയ ബീഡ്സുകളുണ്ട് നമ്മളുടെ എന്താ പറയുക മെറ്റീരിയൽസിലോട്ടൊക്കെ, നമ്മുടെ ഡ്രസ്സിലോട്ടൊക്കെ ആഡ് ചെയ്യുന്ന ബീഡ്സാണ്. അതിൽ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ബീഡ്സ് ഇതുപോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ ജസ്റ്റ് എല്ലാം പോട്ടെ, നിങ്ങൾ കയ്യിൽ വൈറ്റ് 6mm ബീഡോ അല്ലെങ്കിൽ 2mm ബീഡ്സോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാവുന്ന. ഓക്കെ, ഒത്തിരി എന്താ പറയുക വലിപ്പത്തിലുള്ള 8mm 10mm അങ്ങനത്തെ ഒരു ബീഡ്സുകളൊന്നും എടുക്കുക നല്ലത് കേട്ടോ. കാരണം എത്രയും നല്ലത് ചെറിയതാണ് എടുക്കുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഓൾറെഡി കയ്യിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടേ ജസ്റ്റ് ഒരു പ്രയാസം ഉണ്ടാവും. കാരണം നമ്മൾ കയ്യിൽ ഗ്ലൂ ആയി കഴിഞ്ഞാൽ ആ ഒരു ബീഡ്സ് നമ്മൾ കയ്യിലോട്ട് തന്നെ ഒട്ടും. അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നെപ്പോലെ നിങ്ങൾ കയ്യിലാക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ കയ്യിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും എൻ്റെ കയ്യിലോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ചിലതെല്ലാം കൊഴിഞ്ഞു പോവും, എങ്കിലും വീണ്ടും നമ്മൾ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്ത് ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ഇതുപോലെ വെറുതെ ഒന്ന് വാരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് എത്തുമ്പോൾ എത്ര ക്യാഷാണെന്ന് അറിയണ്ടേ? ജസ്റ്റ് നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്യാഷ് എത്രയാണെന്നുള്ളത് അറിയാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല ഇതിൻ്റെ ഭംഗി എത്രത്തോളാണെന്നുള്ളത്. അപ്പോൾ ഒരു വർക്കും അറിയില്ല, എന്നെക്കൊണ്ട് ഒരു കഴിവില്ല, എനിക്ക് ഒരു ഡിസൈന് ചെയ്തെടുക്കാൻ അറിയില്ല എന്ന കാര്യത്തിലൊക്കെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കെല്ലാം യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കി ഭാഗങ്ങളും കൂടി കാണാം. ഇനി ലാസ്റ്റിലോട്ട് ഞാൻ വരാം കേട്ടോ.
നമ്മളുടെ വർക്കിൻ്റെ ഒരു ഫൈനലിലോട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഫുള്ളായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗിവ് അവേ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഗിവ് അവേയിലെ 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഈ ആഴ്ചയിൽ. അപ്പോൾ പരമാവധി എല്ലാവരും അതിൽ പങ്കെടുക്കുക. 20 പേരെയാണ് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് 2 പേരെയാണ് നമ്മൾ നറുക്കെടുക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്താണ് ഈ ചെയ്ത് കൂട്ടുന്നതെന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.